നന്നായിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ പറയും. 75% നന്നാവും, എല്ലാവരും നന്നായിക്കൊള്ളുന്നില്ല. 75% ഒരാൾ നന്നാവും, പിന്നെ ഒരു 25% ഉണ്ട്. അതെങ്ങനെയാ നന്നാവ? പെണ്ണ് ആണിനെ സെലക്ട് ചെയ്യുമ്പോൾ ദീനുള്ള ചെറുപ്പക്കാരനെ നോക്കണം, ആണ് പെണ്ണിനെ നോക്കുമ്പോൾ ഒരു ദീനുള്ള പെണ്ണിനെ നോക്കണം. അങ്ങനെ രണ്ടുപേരും കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായാൽ, രണ്ടുപേർക്കും കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവണം. രണ്ടുപേർക്കും ദീനുണ്ടായാൽ ആ 75% 100%-ലേക്ക് നീങ്ങും. അങ്ങനെ രണ്ടുപേരും നല്ലവനായി മാറും. കല്യാണം കഴിച്ചാൽ 2/3 ഒരാൾ നന്നാകുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് വേഗം കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കക്കാരന്റെ ഫാദർലെസ് അമേരിക്ക പോലെ പിതാവാരെന്നറിയാതിരിക്കുമ്പോ, പിതാവില്ലാതിരിക്കുമ്പോഴാണ് മക്കള് തോന്നിവാസിയായിട്ട് മാറുക. പിതാവാരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ മക്കള് തോന്നിവാസിയായി മാറും. അതിന്റെ എല്ലാ ആഘാതങ്ങളും അമേരിക്ക അനുഭവിച്ചതാണ്. പിതാവാരെന്നറിയാതെ ഒരുപാട് ലിവിങ് ടുഗദർ, ആ ലിവിങ് ടുഗദറിലൂടെ മക്കളുണ്ടാകും. മക്കളുണ്ടായാൽ ഇയാൾ ഇട്ടേച്ചു പോകും, പിന്നെ വേറൊരു കാമുകന്റെ കൂടെ ആയിരിക്കും. ഈ കളിക്കാരെ തന്നെ കണ്ടാ മതി, വലിയ വലിയ അറിയപ്പെടുന്ന കളിക്കാരെ തന്നെ കണ്ടാ മതി. ഇന്ത്യയിലടക്കം, ഇന്ത്യയിലും യൂറോപ്പിലുമുള്ള കളിക്കാരൊക്കെ ഒരൽപ്പകാലം കാമുകി എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടാകും. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വേറെയും കുറെ ഉണ്ടാകും. ഈ കാമുകിയുമായി തെറ്റിയാൽ പിന്നെ അടുത്ത വേറൊരു കാമുകിയാണ്. എല്ലാം ലിവിങ് ടുഗദർ ആണ്. ഒരുപക്ഷെ അതിന് മക്കളുണ്ടാകും. ആ മക്കൾക്ക് പിന്നെ പിതാവാരാണെന്നറിയില്ല. ഇവരുടെ കൂടെ വേറെയും ആളുകൾ ലിവിങ് ടുഗദറായി കൂടെ ജീവിക്കും. അങ്ങനെ പിതാവാരാണെന്നറിയാത്ത മക്കൾ ഇവിടെ ഉണ്ടായാൽ, ജാരസന്തതികൾ ഉണ്ടായാൽ തോന്നിവാസങ്ങൾ ഒരുപാടുണ്ടാകും. കാരണം ഉപ്പയില്ല, ചോദിക്കാൻ ആളില്ല, പേടിക്കാൻ ആളില്ല, റെസ്പെക്ട് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് തന്നെ തോന്നിവാസങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ ഒരല്പമെങ്കിലും ഒരു പരിധിയോടെ മാന്യമായി ജീവിക്കുന്നത് ഉപ്പയും ഉമ്മയും ഉണ്ട് എന്നുള്ള ആ ബഹുമതി വെച്ചിട്ടാണ്. അല്ലാന്നൊന്നും പറയണ്ട, അള്ളാനെ പേടിച്ചിട്ടാണെന്നൊന്നും പറയണ്ട. അള്ളാനെ പേടിക്കണം, പേടിക്കണ്ടെന്നല്ല. അള്ളാനെ പേടിക്കണം, പക്ഷെ അള്ളാനെ പേടിച്ചിട്ടാണ് നമ്മളൊന്നും തെറ്റ് ചെയ്യാത്തത് എന്ന് പറയണ്ട. അത് നമുക്ക് പറയാം, അള്ളാഹ് പറയാലോ നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റു ചെയ്യാതിരിക്കാനും കഴിവുണ്ടെങ്കിൽ അവൻ അള്ളാനെ പേടിച്ച് തെറ്റ് ചെയ്യാത്തവനാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒറ്റയ്ക്കാണ്, 5G സംവിധാനങ്ങളുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്, ഒരു മുറിയിലാണ് നിങ്ങൾക്കൊരു കാമുകയുണ്ട്. വിളിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോകൾ കാണാൻ തോന്നുന്നില്ല. നിങ്ങളും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തകപ്പെട്ടു, ആരും അറിയില്ല, ആരും കാണൂല. അങ്ങനൊരു സാഹചര്യം ഉണ്ടായി. ആ പെണ്ണിനെ തൊടാൻ താല്പര്യം ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ചൊരാൾ തൊടുന്നില്ലെങ്കിൽ, ആ പെണ്ണിന്റെ സമ്മതമുണ്ട് എന്നിട്ടും ഒരാൾ തൊടുന്നില്ലെങ്കിൽ, അതാണ് അള്ളാഹിനെ പേടി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നാട്ടാരെ പേടിയാ. ഒരു പെണ്ണിനോട് ഒരാൾക്ക് അട്രാക്ഷൻ തോന്നി, വൈകാരികമായ താല്പര്യം തോന്നി, എന്തേ ടച്ച് ചെയ്യുന്നില്ല, എന്തേ സ്പർശിക്കുന്നില്ല, അത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല, നാട്ടാരെ പേടിച്ചിട്ടാണ്. പെണ്ണും കൂടി സമ്മതിച്ചു, ആരും കാണാത്ത സാഹചര്യങ്ങളുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിനെ പേടിച്ച്, ഞാനില്ല, ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറയുമ്പോ അതാണ് അള്ളാഹുവിനെ പേടി. അതല്ലാതെ ആളുകളൊക്കെ കാണുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല, നാട്ടാരെ പേടിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദീനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കുടുംബബന്ധം ഇവിടെ നിലനിൽക്കണമെന്നാണ് ദീൻ പറയുന്നത്. കുടുംബബന്ധം നിലനിൽക്കണമെന്ന് പറയുന്നത് മാതാവിനോടുള്ള ബന്ധം, പിതാവിനോടുള്ള ബന്ധം, ജ്യേഷ്ഠന്മാർ, പിതാവിന്റെ അനുജൻ പിതാവാണ്, പിതാവിന്റെ ജ്യേഷ്ഠൻ പിതാവാണ്, ഉമ്മയുടെ അനുജത്തി ഉമ്മയാണ്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉമ്മയാണ്. അങ്ങനെ ഒരു ബന്ധം പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിർത്തി തന്നത് തെറ്റിലേക്ക് മനുഷ്യന്മാരെ പേടിച്ചിട്ടെങ്കിലും ആളുകൾ തെറ്റിലേക്ക് പോവാതിരിക്കാൻ തന്നെയാണ്. അല്ല, വേറൊന്നുമില്ല. 18 വയസ്സായാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ജീവിച്ചൂടെ? ഉപ്പാന്റെ ആവശ്യമില്ല, ഉമ്മാന്റെ ആവശ്യമില്ല. പക്ഷെ എന്തിനാണ്? എന്നാലും മരിക്കുന്നത് വരെ വയസ്സായ ഒരു മാതാവും ഒരു പിതാവും നിങ്ങൾക്കുണ്ട്. ആ പിതാവ് 60 വയസ്സായിട്ട് നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തൂല എന്ന് നബി തങ്ങൾ പറഞ്ഞിരുന്നുകൊണ്ടാ 60 വയസ്സായാലും നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ ആശ്രയിക്കണം, ഒറ്റയ്ക്ക് പോയി ജീവിക്കണ്ട എന്ന് സൂചിപ്പിക്കാനാ. 60 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അനുസരിക്കണം, പിതാവിനെ ആശ്രയിക്കണം, പിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ആ പിതാവിനെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കേണ്ടവരല്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു പുരുഷൻ ജനിക്കുമ്പോ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോ എന്റെ ഒരു 20% ബുദ്ധിയുമായിട്ട് മാത്രം മനുഷ്യൻ ജനിക്കുന്നത്? ഒരു മനുഷ്യൻ പ്രസവിക്കുമ്പോ, ഒരു മനുഷ്യക്കുട്ടി പ്രസവിക്കുമ്പോ അവന് മനുഷ്യത്വം 20% ഉള്ളൂ. എന്നാൽ ഒരു പശുക്കുട്ടി പ്രസവിക്കുമ്പോ 80% പശുക്കുട്ടിയായിട്ടാണ് ആ കുട്ടി പ്രസവിക്കുന്നത്. അറിയോ? ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി
നമ്മളൊരു ഭാര്യ പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്, ചെറിയ 2 മാസം 3 മാസം പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ മുമ്പിൽ അവൻ തന്നെ കാഷ്ടിച്ച ഒരു കാഷ്ടം മുമ്പിൽ വെച്ചു, കുറച്ച് പാല് വെച്ചു, കുറച്ച് ബിസ്ക്കറ്റ് വെച്ചു. അവന് എന്തൊക്കെ കഴിക്കും? കുട്ടി എന്തൊക്കെ കഴിക്കും? കാഷ്ടം കഴിക്കില്ലേ? കഴിക്കില്ലേ? പാലും കുടിക്കും, കാഷ്ടം കഴിക്കും. ഇന്ന് വെച്ചില്ലെങ്കിൽ സ്വന്തം കാഷ്ടിച്ചിട്ട് അതിങ്ങനെ കൈകൊണ്ട് പത്തിരി പോലെ പരത്തിയിട്ട് അതും കഴിക്കും നമ്മുടെ കുട്ടികൾ. എന്നാൽ ഒരു പശു, ഒരു പൂച്ച, ഒരു നായ, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ആ പശുക്കുട്ടിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയുടെ മുന്നിൽ ആ പൂച്ചക്കുട്ടിയുടെ കാഷ്ടം വെക്കുക, പാലും വെക്കുക. പൂച്ചക്കുട്ടി ആ കാഷ്ടം മണത്ത് അത് കഴിക്കാതെ പാല് മാത്രമേ കുടിക്കുള്ളൂ. അതിന്റെ കാഷ്ടം കഴിക്കില്ല. പശുക്കുട്ടി കഴിക്കില്ല, അതിന്റെ കാഷ്ടം കഴിക്കില്ല. ചാണകം പശുക്കുട്ടി കഴിക്കില്ല. ആ മണത്തിട്ട് പുല്ലേ കഴിക്കുള്ളൂ. മനുഷ്യക്കുട്ടി അങ്ങനെയല്ല. മനുഷ്യക്കുട്ടിന്റെ മുമ്പിൽ സ്വന്തം കാഷ്ടം വെച്ചാൽ ആ കാഷ്ടം മനുഷ്യക്കുട്ടി കഴിക്കും. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പരിപൂർണമായിട്ടല്ല ജനിക്കേണ്ടത്. നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭാര്യ പ്രസവിച്ചിട്ട് കുട്ടി എവിടെ ഉണ്ടാവും? ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പാൽ കുടിക്കാൻ കഴിയും? ആ കുട്ടി ഇങ്ങനെ തെരഞ്ഞ് തപ്പി വന്നിട്ട് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാൽ കുടിക്കും? നമ്മൾ മാറിടത്തിലേക്ക് ചേർത്ത് വെക്കണ്ടേ കുട്ടിയെ? എന്നാൽ ഒരു പശു എന്ത് ചെയ്യുന്നുണ്ട്? പ്രസവിച്ച ഉടനെ വാന്ന് പറഞ്ഞിട്ട് അകിടിലേക്ക് കൊണ്ടുപോയിട്ട് തല വെച്ചു കൊടുക്കാണോ? അത് തന്നെ നടന്ന് തെരഞ്ഞു പിടിച്ച് അത് തന്നെ കുടിക്കാൻ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടാണ് ജനിക്കുന്നത് ഒരു പശുക്കുട്ടി. എന്നാൽ മനുഷ്യന്മാരങ്ങനെയല്ല. നമ്മൾ ഇന്റർഡിപെൻഡന്റ് ആണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കേണ്ടവരാണ്. അത് എത്ര വയസ്സുവരെ? ഒരു 13 വയസ്സുവരെയൊക്കെ മാതാവിന്റെ പിതാവിന്റെ സഹായം ഇല്ലാതെ ഒരു മനുഷ്യ കുഞ്ഞിന് വളരാൻ കഴിയില്ല. എന്നാൽ ഒരു പശുക്കുട്ടിക്ക് ഒരു ദിവസം പോലും അമ്മയുടെ സഹായം വേണ്ട ജീവിക്കാൻ കഴിയും. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ പരസ്പരം ഉമ്മയോട് ഉപ്പയോട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല എന്നൊരു ആശയാണ് ഇതൊക്കെ നിബിധങ്ങൾ പറഞ്ഞിരുന്നത്, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരോട് ഈ ബന്ധം നിലനിൽക്കണം, ഈ കുടുംബ ബന്ധം നിലനിൽക്കണം. ഉപ്പ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഇവിടെ നിലനിൽക്കണം. ഉമ്മ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഇവിടെ നിലനിൽക്കണം. അല്ലെ? മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആ മാതാവിനെ റെസ്പെക്ട് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ മാതാവിനൊക്കെ വലിച്ചെറിയും ഉമ്മ. ഇവരൊക്കെ പറഞ്ഞതുപോലെ കാമുകിയായ തന്റെ കാമുകിക്ക് വേണ്ടി ഒരു പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയിട്ട് പെണ്ണും ഇറങ്ങിപ്പോയിട്ട് സ്വന്തം മാതാവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ എല്ലാരും കുറ്റപ്പെടുത്തിയാൽ വൃദ്ധയായ ഉമ്മമാരെ ആരാ ഇവിടെ നോക്കുക? വൃദ്ധയായ ഉപ്പമാരെ ആരാ ഇവിടെ നോക്കുക? അതൊക്കെ നോക്കണ്ടേ? അവർക്ക് വൃദ്ധസദനങ്ങളിലേക്ക് അയക്കപ്പെടേണ്ടവരാണോ? പ്രിയപ്പെട്ടവരെ, അവ സ്വന്തം മാതാവിനെ അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞ് പരിശുദ്ധമായ സ്വർഗത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദുനിയാവിൽ നിങ്ങൾ മാതാവിനെ അനുസരിക്കണം, അത് മരിക്കുന്നത് വരെ തുടരണം എന്ന് അള്ളാഹുവിന്റെ ഹബീബും അള്ളാഹുവിന്റെ ദീനും പഠിപ്പിക്കുന്നത് ഈ ഒരു ബന്ധമുണ്ടാവാനാണ്. അപ്പോ കല്യാണങ്ങൾ നേരത്തെ നടക്കണം, ലിവിങ് ടുഗദർ അല്ല. അപ്പൊ അത്തരം പെൺകുട്ടികൾ നമ്മുടെ മക്കളൊക്കെ കല്യാണം ഇപ്പൊ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരുടെ പ്രണയവും അവരുടെ പ്രേമവും അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവണം. ലിവിങ് ടുഗദറും അവസാനിപ്പിക്കാൻ തയ്യാറാവണം. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഒരു ലവും വേണ്ട, ഒരു പ്രണയം വേണ്ട, ഒരു ഗേൾ ഫ്രണ്ടും വേണ്ട. ഇസ്ലാമിൽ അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സംവിധാനം ഇസ്ലാമിലില്ല. ആരാതൊക്കെ പഠിപ്പിച്ചത്? ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം ചില ആളുകൾ പറയും അതിന്റെ ബോയ് ഫ്രണ്ട് ആണ്. നമുക്ക് അങ്ങനൊന്നുമില്ല, അത് ബോയ് ഫ്രണ്ട് ആണ്. ഒരുപക്ഷെ പെണ്ണിന് ബോയ് ഫ്രണ്ട് ആവാം. ഈ ബോയ് ഫ്രണ്ടിന്റെ മനസ്സിൽ അവസരം കിട്ടിയാൽ വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കാത്തൊരു ബോയ് ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് ദീനൊന്നല്ല, ഇത് സയൻസാ ഞാൻ പറയുന്നത്. ഇത് ദീനൊന്നുമില്ല, സയൻസാ ഞാൻ പറയുന്നത്, ബയോളജിയാ ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ബോയ് ഫ്രണ്ടിനോട് വൈകാരികമായ ഒരു താല്പര്യം ഉണ്ടാവില്ല. മടിയിലിരുന്ന അവരെ പെണ്ണിന് ചിലപ്പോൾ വൈകാരികമായ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന 100%, 99 പോലും ഞാൻ ആക്കുന്നില്ല, 100% ബോയ് ഫ്രണ്ട് ആണെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ബ്രദേഴ്സിനെ പോലെ കാണുന്ന നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അവസരം കിട്ടിയാൽ മിസ്യൂസ് ചെയ്യും.